ഇതാണ് ഋതുമോളുടെ ഇപ്പോഴത്തെ അവസ്ഥ. നല്ല മടിയാണ് അംഗൻവാടിയിൽ പോകാനായിട്ട്. ഹോസ്പിറ്റലേഴ്സൊക്കെ വന്ന സമയത്ത് അംഗൻവാടിയിൽ പോകാൻ പറ്റാറുണ്ടായിരുന്നല്ലോ, അതുകൊണ്ടാണെന്നാണ് സംശയമുള്ളത്. അങ്ങനെ ഇന്ന് പോകാനൊന്നും കൂട്ടാകാതായപ്പോൾ നമുക്കിന്ന് മുടക്ക് പറഞ്ഞിട്ട് വരാമെന്നൊക്കെ പറഞ്ഞിട്ട് കുട്ടി പുറപ്പെട്ടിട്ടുണ്ടായിരുന്നേ. അങ്ങനെ ചെന്നപ്പോൾ ഇറങ്ങാനൊന്നും കൂട്ടാക്കുണ്ടായിരുന്നില്ല. അപ്പോൾ ഞാൻ തന്നെ എടുത്തുകൊണ്ട് അകത്തുകൊണ്ട് വെക്കാണ്ട ചെയ്തത്. പക്ഷേ പിന്നീട് എന്താ ഉണ്ടായി എന്നുള്ളതാണ്ട് ഇപ്പം കാണാൻ പറ്റും. അങ്ങനെ ഞാൻ ഋതുവിനെ കൊണ്ടാക്കിയിട്ട് വന്നു. ചായക്കൊന്ന് നൂൽപുട്ടായിരുന്നു കേട്ടോ. എനിക്ക് ഒട്ടും ഇഷ്ടമല്ല എന്ന് പറഞ്ഞാൽ തീരെ ഇഷ്ടമില്ലാത്ത ഒരു സാധനമാണ് കേട്ടോ ഈ നൂൽപുട്ട്. അപ്പം ഞാൻ കുറച്ച് ചോറും കുറച്ച് തേങ്ങ ചിരകിയതും പിന്നെ കുറച്ച് അരിപ്പൊടി ഇട്ടിട്ട് ഞാൻ മിക്സിയിലിട്ട് ഒന്ന് കറക്കിയെടുത്തു. എന്നിട്ട് ഞാനൊരു ദോശ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ മുട്ടക്കറി നൂൽപുട്ടിക്ക് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് കൂട്ടി കഴിക്കാമല്ലോ എന്ന് വിചാരിച്ചു. അടിയത്തോടെ പരിപാടിയൊക്കെ രാവിലെ ഒരു ട്രിപ്പ് കഴിയണതാണ് കേട്ടോ. രാവിലെ നേരത്തെ വിളക്ക് വെക്കണം, കാരണം അതൊക്കെ കഴിഞ്ഞിട്ടുണ്ടാവും. പക്ഷേ ഇപ്പോൾ വന്ന് ഇറങ്ങിപ്പോയി ഒരാളില്ലേ, ആ ആളുണ്ട്. ഫസ്റ്റ് ഞാൻ കൊടുക്കും അച്ഛമ്മയ്ക്ക്. എന്തിന് ഈ തുടച്ചോടത്ത് കൂടെ കയറി നടക്കണേന്. സെക്കൻഡ് വേണം ഞാൻ അച്ഛന് കൊടുക്കും. വേണമെങ്കിൽ രണ്ടുപേർക്ക് ഫസ്റ്റ് പ്രൈസ് കൊടുക്കാം. അങ്ങനെയാണ്. എനിക്കാണെങ്കിൽ ദേഷ്യം വരും കേട്ടോ. ഈ അച്ചമ്മേനെ നമ്മൾ ഇത് കൂടെ ഓടിപ്പിച്ചു എന്ന് വിചാരിക്കും. ഞാനെങ്ങാനും ഈ മോപ്പ് നനയ്ക്കാൻ വന്ന ഗ്യാപ്പിൽ അച്ചമ്മ വീണ്ടും ഓടി കയറും. എനിക്കാണെങ്കിൽ നമുക്കിങ്ങനെ ഈ ബാക്ക് സൈഡിൽ നിന്ന് ഇങ്ങനെ നോക്കുമ്പോൾ ഇങ്ങനെ കാലിൻ്റെ പാടുകൾ കാണുമ്പോൾ ദേഷ്യം വരും കേട്ടോ. അപ്പോൾ ഞാനത് രാവിലത്തെ ഒരു തുട കഴിഞ്ഞിട്ട് രണ്ടാമത്തെ തുടയായിരുന്നു. കിച്ചൺ തുടയ്ക്കാനായിരുന്നു, തുടച്ചു. പിന്നെ മെഷീനിൽ ഇടാൻ പറ്റാത്ത കുറച്ച് വൈറ്റ് ഐറ്റംസ് ഉണ്ടായിരുന്നു, അതൊക്കെ കഴുകിട്ടോ. പിന്നെ വേഗം കുളിച്ച് വന്നു. പിന്നെ ഭക്ഷണം കഴിക്കാൻ പിന്നെ പരിപ്പ് മത്തങ്ങ തന്നിട്ടുണ്ടായിരുന്നു. ഞാൻ ആദ്യമായിട്ടാണ് ചെയ്യുന്നത്. വീട്ടിലും ഞാൻ പരിപ്പ് മത്തങ്ങ കണ്ടിട്ടില്ല. വെള്ളരിക്ക, കുമ്പളങ്ങ, മുരിങ്ങക്കായ, ചീര എന്നൊക്കെ പറഞ്ഞിട്ട് കുറേ ഐറ്റംസ് കണ്ടിട്ടുണ്ട്. പക്ഷെ പരിപ്പും മത്തങ്ങയും ഫസ്റ്റ് ടൈം ആയിട്ട് ഇടുന്നുണ്ടായിരുന്നു. പിന്നെ സൈഡായിട്ട് ഞാൻ വെച്ചിട്ടുള്ളത് എൻ്റെ പാവയ്ക്കച്ചാറിനായിട്ട് ഞാൻ 2 ദിവസത്തെ മുന്നത്തെ വീഡിയോയിൽ ഇട്ടിട്ടുണ്ടായിരുന്നു. അതിൽ ലേശം മധുരമൊക്കെ ഇട്ടിട്ടുള്ളതായിരുന്നു. അതുകൊണ്ട് ചേട്ടനൊന്നും കഴിക്കില്ല. ചേട്ടനെ നല്ല സ്പൈസി പിന്നെ നല്ല കയ്പുള്ള അച്ചാറാണ് ഇഷ്ടം. എനിക്കാണെങ്കിൽ ലേശം മധുരം ഇഷ്ടമാണ്. അങ്ങനെ ഋതുമോളെ അംഗൻവാടിയിൽ കൊണ്ടുവരുന്ന ടൈം ആയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ പോയി ആടയാഭരണങ്ങളൊക്കെ ഉരി വെച്ചിട്ടുണ്ടായിരുന്നു. അതെന്നും അങ്ങനെയാണ്. പിന്നെ അത് വീട്ടിൽ പോകാൻ നോക്കാനുണ്ട് എൻ്റെ വീട്ടിലേക്ക്. അപ്പോൾ ഈ മൂപ്പർക്ക് ഇപ്പോൾ തീരെ ഇഷ്ടമല്ല വീട്ടിൽ പോകാനായിട്ട്. അപ്പോൾ ഞാൻ കളി സാധനങ്ങളില്ലാത്ത വിഷമാണെങ്കിലോ എന്ന് വിചാരിച്ചിട്ട് ഒരു ഡോക്ടർ സെറ്റ് സാധനങ്ങളൊക്കെ എടുത്ത് കയ്യിൽ വെച്ചിട്ടുണ്ട്. അത്യാവശ്യം തൽക്കാലത്തേക്ക് ഓടാനുള്ളതൊക്കെ കയ്യിൽ വെച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഋതുവിനെ ക്യാരി ബാഗിൽ നിറയ്ക്കാനുള്ള പരിപാടിയിലാണ് കേട്ടോ. പുറത്തേക്ക് വേണം അവിടെ ചൂടെ അവിടെ ഇരിക്കില്ല. എന്താ മോളെ ചെന്നാ വിളിക്കിട്ടാ. ശരി പേടിയാ. ശരി. നോക്ക് അങ്ങനെ ഞങ്ങൾ മാമരെ വീട്ടിലെത്തിയിട്ടുണ്ട്. ടാറ്റാ.